സ്കൂൾ അധ്യാപകനായി ദുബൈയിലെത്തി ബിസിനസ് രംഗത്ത് വെന്നിക്കൊടി പാറിച്ച ഒരു സംരംഭകനെ പരിചയപ്പെടുത്തുകയാണ്. മീഡിയ വൺ ബിസിനസ് എക്സലൻസ് അവാർഡ് നേടിയ KP മുഹമ്മദിന്റെ വിജയകഥ. KP മുഹമ്മദ്, KP ഗ്രൂപ്പ് സ്ഥാപകൻ, മാനേജിംഗ് ഡയറക്ടർ. 2006-ൽ KP മുഹമ്മദ് എന്ന സ്കൂൾ അധ്യാപകൻ ദുബൈയിലെത്തുന്നത് ബിസിനസിന്റെ പാഠശാലയിലേക്കാണ്. ദുബായിലെത്തുന്നത് 2005-ലാണ്. 2005 ലാസ്റ്റിലാണ് ദുബായിൽ വരുന്നത്. നേരത്തെ എൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള PR റഹ്മാനിക്ക ഓണറായിട്ടുള്ള പാർക്കോ ഗ്രൂപ്പ്, ഉപ്പയും അതിൻ്റെ ഭാഗമാണ്. ഉപ്പയും പാർക്കോൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് പാർക്കോ സൂപ്പർ മാർക്കറ്റിൽ ഒരു എംപ്ലോയി ആയിട്ട് വരുന്നത്. അവിടെ എല്ലാ ജോലികളും ചെയ്തു. അവിടെ ഷെൽഫ് ബോയ്, പിന്നെ കേഷ്യർ, ഈവൻ ലോഡിങ് അൺലോഡിങ് നടക്കും. ഈ ഒരു എക്സ്പീരിയൻസാണ് ജീവിതത്തിൽ ഇത്തരം സംരംഭങ്ങളിൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. പിതാവ് കൂടി ഭാഗമായ പാർക്കോ ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിൽ ആദ്യം ജോലിക്കാരനായി. ഷെൽഫ് ബോയിൽ നിന്ന് പടിപടിയായി ഉയർന്ന് മാനേജറായി. 2008-ൽ KP ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്വന്തം തട്ടകത്തിന് തുടക്കമിട്ടു. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ ബിസിനസ്സിലാണ്. ഇവിടെ ഉപ്പയും അളിയനും റഹ്മാനിക്കൊക്കെയുള്ള സ്ഥാപനത്തിൽ വന്നിട്ട് പോലും എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് KP മാർട്ട് എന്നുള്ള സ്ഥാപനം തുടങ്ങി. അതിൻ്റെ പിന്നാലെയാണ് മറ്റുള്ള ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ തുർക്കിയിൽ നിന്ന് സൺഫ്ലവർ ഓയിൽ വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് കുക്കിംഗ് ഓയിൽ വരുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് റൈസ് വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് സ്റ്റോപ്പ് മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഈ മിന്നൂസ് ബ്രാൻഡിലൂടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. KP മാർട്ട് എന്ന ബ്രാൻഡ് വളരെ വേഗം ദുബായിൽ സുപരിചിതമായി. ഇന്ന് നിരവധി മിനി മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും KP ഗ്രൂപ്പിൻ്റെതായി ഉണ്ട്. KP ഇന്റർനാഷണൽ ജനറൽ ട്രേഡിംഗ് എന്ന ട്രേഡിംഗ് കമ്പനി രൂപീകരിച്ച് ചെറുതും വലുതുമായ മറ്റ് ബിസിനസ്സുകൾ. KP ചായ് 26 ഔട്ട്ലെറ്റ് ഓൾ ഓവർ ദുബായിലുണ്ട്. അത് കഫേയാണ്. അതിൽ നമ്മളെ വളരെ ഒരു പോപ്പുലാരിറ്റി ആയിട്ടുള്ള വളരെ അംഗീകാരം കിട്ടിയ ചായയാണ് KP ചായ. ചായ മാത്രമല്ല, അതിൽ സാൻഡ്വിച്ചസും കോണ്ടിയും മറ്റ് ഫുഡ്സൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ KP ചായ എന്ന് പറഞ്ഞ ബ്രാൻഡ്. പിന്നെ മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ് നമുക്ക് 4 സ്ക്വയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 8 ഔട്ട്ലെറ്റ് ഉണ്ട് ഇപ്പോൾ ഓൾ ഓവർ ദുബായ്. പിന്നെ KP മൊബൈൽസ്, അതുപോലെ തന്നെ ടെക്നോളജിയിൽ ഗ്രീൻ സോഫ്റ്റ് ടെക്നോളജി, നമ്മൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഡെവലപ്പിങ്ങും കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു KP ഗ്രൂപ്പ്. നമുക്ക് KP ചായ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ്. ഈവൻ ഫ്രാഞ്ചൈസി അടക്കം ഇപ്പോൾ മറ്റ് ഈവൻ GCCയിലായാലും ഇന്ത്യയിലൊക്കെ ആയാലും നമ്മളെ പല സുഹൃത്തുക്കളും KP ചായൻ്റെ സ്കോപ്പിനെ കുറിച്ചും അവിടങ്ങളിൽ പിന്നെ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം KP ചായ ഒന്ന് പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് ഫ്രാഞ്ചൈസിയിലേക്കും മറ്റുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ നാടായിട്ടുള്ള നാദാപുരത്ത് അടുത്തൊരു വലിയൊരു ഔട്ട്ലെറ്റ് KP ചായൻ്റെ ഒരു സിഗ്നേച്ചർ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അടുത്ത നമ്മൾ പ്ലാൻ ചെയ്താൽ തീർച്ചയായും സൗദി തന്നെയാണ്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയൊരു മുന്നേറ്റം സൗദിയിൽ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വ്യാപാര മേഖലയിൽ. ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി തുടങ്ങിയ 4 സ്ക്വയർ കഫേ ആൻഡ് റെസ്റ്റോറന്റ്, KP ചായ്, മിന്നൂസ് ഫുഡ്സ്, ഗ്രീൻ സോഫ്റ്റ് ടെക്നോളജി, KP റിയൽ എസ്റ്റേറ്റ്, KP മൊബൈൽസ് എല്ലാം രചിച്ചത് വിജയ കഥകൾ. ഇനി ബിസിനസിന്റെ മറ്റുയരങ്ങളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് KP മുഹമ്മദ്. തീർച്ചയായും ഈ ഒരു രാജ്യം എക്സ്പാട്രിയറ്റ്സിന് നൽകുന്ന ആ പരിഗണന സാധാരണ നമ്മൾ പോറ്റമ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. നമ്മളെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഈ രാജ്യം തന്നെയാണ്. നമുക്കറിയാം UAE ഭരണാധികാരികളും അവിടുത്തെ ഇവിടുത്തെ ജനങ്ങളും സിറ്റിസൻസൊക്കെ നമുക്ക് തരുന്ന ആ പരിഗണന ഉണ്ടല്ലോ, അത് ഏറ്റവും വലുതാണ്. ഇത്രയും ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഫ്രീ ആയിട്ട്, ഇത്രയും ഫ്രീഡത്തോട് കൂടിയിട്ട്, ഇത്രയും സെക്യൂറായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല.